ആദില ക്യാപ്റ്റനായി ചുമതലയെടുത്തപ്പോൾ തന്നെ അവിടെ അടിപൊട്ടുകയായിരുന്നു. അനീഷും ഷാനവാസും ആദിലയും അക്ബറും എല്ലാവരും ചേർന്ന് നല്ല പൊരിഞ്ഞ അടി തന്നെയായിരുന്നു. ആദില പറഞ്ഞു, സ്റ്റോർ റൂമിൽ വരുന്ന സാധനങ്ങളെല്ലാം ഇനി ക്യാപ്റ്റനാണ് എടുക്കേണ്ടത്, അത് ക്യാപ്റ്റന്റെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളത്. ഇത് കേട്ട അനീഷ് കയർത്ത് സംസാരിക്കുകയായിരുന്നു. ഇത്രയും കാലം ഞാൻ തന്നെയാണ് പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുമെന്നാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അത് വേണ്ട എന്ന് പറഞ്ഞിട്ടും അനീഷ് അത് തർക്കിച്ചുകൊണ്ടേ നിൽക്കുകയായിരുന്നു. ഇതിനു മുന്നേയും അനീഷ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്നാൽ എല്ലാ ഹൗസ്മേറ്റ്സും ഒരേപോലെ അനീഷിനെ ആഞ്ഞടിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിച്ചുകൂടെ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അനീഷിനെതിരെ ഷാനവാസും നന്നായി തന്നെ കയർത്ത് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അനീഷിനോട് ക്യാപ്റ്റൻ പറഞ്ഞത് മാത്രം നീ അനുസരിച്ചാൽ മതി, നിന്നോട് പോകേണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട. അവിടെ വരുന്ന സാധനങ്ങളെല്ലാം ക്യാപ്റ്റനാണ് എടുത്ത് മറ്റുള്ളവർക്ക് തരേണ്ടത്, അല്ലാതെ ഇവിടെയുള്ള മറ്റുള്ള ഹൗസ്മേറ്റ്സ് അല്ല. നിന്നോട് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാലും നീ പിന്നെയും പിന്നെയും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഇതിനൊരു അവസാനം വേണമെന്നാണ് ഷാനവാസും അക്ബറും എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ വന്ന ടാസ്ക് നെവിനായിരുന്നു പോയി എടുത്തത്. നെവിൻ എന്നിട്ട് ആ ടാസ്ക് ലെറ്റർ വായിച്ചു. എന്നതിന് ശേഷമായിരുന്നു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ടാസ്കിന് മുന്നേ പ്രിപ്പയർ ചെയ്യുവാനുള്ള സമയം കിട്ടും. എന്നാൽ ഇത് ക്യാപ്റ്റന്റെ മാത്രം ഉത്തരവാദിത്തമാണ് മറ്റുള്ള ഹൗസ്മേറ്റ്സിനെ വിളിച്ചിരുത്തി ടാസ്ക് എന്താണെന്ന് പറയേണ്ടത്, അല്ലാതെ മറ്റുള്ള ഹൗസ്മേറ്റ്സിന് അതിൽ ഒരു അധികാരവുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോർ റൂമിൽ വരുന്ന ഏതൊരു സാധനമായിക്കോട്ടെ, മെഡിസിനും ലെറ്ററും ഇനി എന്ത് വസ്തുവായാലും അത് ക്യാപ്റ്റൻ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്നാണ് മറ്റുള്ള ഹൗസ്മേറ്റ്സും ക്യാപ്റ്റനായ ആദിലയും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അനീഷ്. ബിഗ് ബോസ് പറയാതെ ഞാൻ അതിൽ നിന്ന് മാറുകയില്ല എന്നാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ആദില പറഞ്ഞു, അനീഷേട്ടൻ എത്തുന്നതിന് മുന്നേ ഞാൻ എത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലാതെ ഇതിന് വേറൊരു പോംവഴിയും ഞാൻ കാണുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനീഷിനോട് എത്ര പറഞ്ഞിട്ടും അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അനീഷ് വീണ്ടും വീണ്ടും അനീഷിനോട് മാത്രമാണ് പോവരുത് എന്ന് പറയുന്ന രീതിയിൽ സെൽഫായിട്ടാണ് അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്യാപ്റ്റനും മറ്റുള്ളവരും പറയുന്നത് ആരും സ്റ്റോർ റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ക്യാപ്റ്റൻ മാത്രം പോയി അവിടെയുള്ള സാധനങ്ങൾ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. എന്നാൽ അനീഷ് അത് വളരെ പേഴ്സണലായി മാത്രം എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനിടയിൽ ഷാനവാസ് ആദിലയോട് പറഞ്ഞു, ഇനി മുതൽ അനീഷ് എനിക്ക് മെഡിസിൻ എടുത്ത് തരരുത്, നീ മാത്രമാണ് എൻ്റെ മെഡിസിൻ കൊണ്ടുവന്ന് തരേണ്ടത്, അല്ലാതെ അവൻ്റെ ഇതുപോലത്തെ ചീപ്പ് സ്ട്രാറ്റജി, മെഡിസിൻ എടുത്ത് തരുന്ന ആ സിമ്പത്തറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയൊന്നും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇത്രയും കാലം അവൻ മെഡിസിൻ തന്നത് തന്നെ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അതൊക്കെ അവൻ്റെ ഒരു ചീപ്പ് ഡ്രാമയാണ് എന്നാണ് അനീഷിനെ കുറിച്ച് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റോർ റൂമിൽ അനീഷിനെ പോകുന്നത് തടയുന്നതിനെ തുടർന്നുണ്ടായ ഒരു ഫൈറ്റ് തന്നെയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു അനീഷ്. ഇതിനിടയിൽ ആദില കയർത്ത് സംസാരിക്കുമ്പോൾ നൂറ ഇടയിൽ കയറി ആദിലയോട് കാമാവാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന് നൂറക്കും നല്ല വയറു നിറയെ കിട്ടി. ഈ വീക്കിലെ ആദിലയുടെ ക്യാപ്റ്റൻസി ഇനി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.